ഹലോ ഗായ്സ്. അങ്ങനെ കണ്ടടെ തമിഴിൽ നിന്നും ഒരു ത്രില്ലർ ചിത്രം മാർഗൻ, വിജയ് ആന്റണിയുടെ പടമാണ്. അപ്പോൾ ഈ പടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വിജയ് ആന്റണി ഒരുപാട് നാളിന് ശേഷം പുള്ളി മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം. പുള്ളിയുടെ പടത്തിൽ തന്നെയാണ് പുള്ളി ഒരുപാട് നാളിന് ശേഷം മ്യൂസിക് ഡയറക്റ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പുള്ളിയുടെ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് അറിയാലോ. കിടിലം ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ പടത്തിലേക്ക് വന്നാൽ ഇതൊരു വെറൈറ്റി ത്രില്ലറായിരുന്നു. ഇത് നമ്മൾ ഒരുപാട് നാളായിട്ട് കണ്ടു വന്ന ആ ഒരു ടൈപ്പിൽ നിന്ന് കുറച്ച് മാറി ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് ഒരു വെറൈറ്റി പിടിച്ചിട്ടുള്ള ഒരു ത്രില്ലർ. എനിക്കത് പേഴ്സണലി ഒരു വെറൈറ്റി ഫീലാണ് തോന്നി. ഞാൻ ഇങ്ങനെ ഈ ഒരു മോഡലിലെ ഒരു പടം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എനിക്കിത് ഒരു ഫ്രഷ് കണ്ടന്റ് തന്നെയായിരുന്നു. ഒരു വെറൈറ്റി ഫീൽ ആയിരുന്നു. ഒരു വെറൈറ്റി ത്രില്ലറായിരുന്നു. ഒരു ഡീസൻറ്റ് വാച്ച്, ഒരു നല്ല എൻഗേജിങ് ആയിട്ട് പോയി കണ്ട് ഒറ്റ ഇരുപ്പിന് നമുക്ക് കണ്ടു തീർക്കാവുന്ന ഒരു നല്ല ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് ഒരു ഫീൽ ചെയ്തൊരു പടമാണ്. ഈ പടത്തിന് ഒറ്റൊരു കുഴപ്പമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ ക്ലൈമാക്സ്. ഇതിൻ്റെ ആ ക്ലൈമാക്സിന് ഇവരുദ്ദേശിക്കുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അവർ ട്വിസ്റ്റായിട്ട് റിവീൽ ചെയ്യുന്നതിന് മുന്നേ നമുക്കത് ഗസ് ചെയ്യാൻ പറ്റും. നമുക്കത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് ആരാണ് വില്ലൻ എന്നുള്ള ആ ഒരു സാധനം നമുക്ക് അവർ റിവീൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാവും. അത് ഈ ത്രില്ലർ പടത്തിൻ്റെ ഒരു പോരായ്മയാണ്. കാരണം നമ്മളെ ത്രില്ലടിപ്പിക്കുക, നമ്മളെ നമുക്ക് ട്വിസ്റ്റായിട്ട് വർക്കായി നമ്മളെ സർപ്രൈസ് ചെയ്യുക. അത് സ്ക്രിപ്റ്റിന് കഴിഞ്ഞിരിക്കണം, ഡയറക്ടറിന് കഴിഞ്ഞിരിക്കണം. പക്ഷേ ഇതിൽ അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്കറിയാവുന്നവർക്കും എല്ലാം നമുക്കത് അവർ റിവ്യൂ ചെയ്യുന്ന മുമ്പ് തന്നെ മനസ്സിലായായിരുന്നു. അതാണ് എനിക്കിതിനകത്തൊരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി സാധനമായിരുന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അതൊരു വെറൈറ്റി കണ്ടന്റാണ്. ഈ വെറൈറ്റി സിനിമകളും അങ്ങനത്തെ വെറൈറ്റി കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് എൻഗേജ് ചെയ്ത് എൻ്റർടൈൻ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു ത്രില്ലർ പടം തന്നെ ആയിരിക്കും. കണ്ടു നോക്കുക. ഇപ്പോൾ OTT അവൈലബിൾ ആണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു ഡീസൻറ്റ് വാച്ച് തന്നെ ആയിരിക്കും മാർഗൻ.